ആവശ്യമുള്ള ആട്ട. ഇങ്ങനെ ഇലയിൽ നിന്ന് വിട്ടു വരുന്നതാണ് കേട്ടോ അതിൻ്റെ പരുവം. ഇതാണ് സെക്കൻഡ് ഡിഷിന് ആവശ്യമായിട്ടുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദീപ സിഗ്നേച്ചർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതും 2 ഡിഷസ് ഉണ്ടാക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് 2 ടൈപ്പിലെ ഡിഷസ് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊന്ന് പോയാലോ. നമുക്ക് ആദ്യത്തെ വിഭവം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആട്ട എടുക്കാം. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം മാവ് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ വിഭവം ഇലയപ്പമാണ്. ഇതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ലൊരു വാഴയില, അതിനോടൊപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ്, പിന്നീട് തേങ്ങയും ശർക്കരയും പിന്നെ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് ഒരു മിക്സർ. ഈ മാവ് ഇലയിലേക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് അത് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വീണ്ടും പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തി വെച്ച മാവിലോട്ട് നമുക്ക് ഈ തേങ്ങയും ശർക്കരയുള്ള ഈ മിക്സ് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഈ ഇലയുടെ മറുവശം ഇതുപോലെ മടക്കി വെള്ളം തിളച്ച് കിടക്കുന്ന ഈ സ്റ്റീമറിൽ വെച്ച് വേവിച്ച് എടുക്കാം. ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഈ വിഭവം മിക്ക അമ്മമാർക്കും അറിയാവുന്നതും കഴിച്ചിട്ടുള്ളതുമായിരിക്കും എന്നെനിക്കറിയാം. പക്ഷേ ഈ ബഡ്ഡിങ് മദേഴ്സ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇതെന്താണെന്നും ഇത് ഉണ്ടാക്കാനും അറിയില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഭവമാണ് കൂഴച്ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പം. നമ്മൾ പലരും വെറുതെ കളയുന്ന കൂഴച്ചക്ക വെച്ച് എങ്ങനെ കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഈ ചക്ക മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഞാൻ ഇലയപ്പം ഉണ്ടാക്കാൻ എടുത്ത പാത്രത്തിൽ തന്നെയാണ് ഈ കുമ്പിളപ്പത്തിന് മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ചതും ആവശ്യത്തിന് ആട്ടയും പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കരയും തേങ്ങയും. ഇത് നോക്ക്, നേരത്തെ ഇലയപ്പം ഉണ്ടാക്കാൻ എടുത്ത ശർക്കര മിക്സാണ് ഇത്. എല്ലാം നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കരുത്, കാരണം ചക്കയിൽ തന്നെയുള്ള ആ നനവിലാണ് ആട്ട മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ കുമ്പിളപ്പത്തിന് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ വയണയില. ഈ ഇലയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകതരം മണമുണ്ട്. എന്നിട്ട് ഇതുപോലെ വയണയില മടക്കി പണ്ട് മമ്മി ഈർക്കിൽ കൊണ്ടൊക്കെ കുത്തി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ വെറുതെ ഇങ്ങനെ മടക്കി അതിൻ്റെ മാവ് നിറച്ച് ഇത് ആവിയിൽ വേവിച്ച് എടുക്കുകയാണ്. ബാക്കിയുള്ള വയണയിലയിൽ കൂടി നമുക്കിതുപോലെ മാവ് നിറച്ച് അപ്പം റെഡിയാക്കാം. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല വാഴയിലയുടെയും വയണയിലയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചത് കാരണം രണ്ടും വെന്തോ നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഈ ഇലയിൽ നിന്ന് മാവ് വിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയപ്പം അങ്ങ് എടുക്കാം. അതിൻ്റെ അടിയിൽ കിടന്ന അപ്പം കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഇലയിൽ നിന്ന് വിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഈ അപ്പവും നമുക്കങ്ങ് എടുക്കാം. ബാക്കിയുള്ള ഈ വയണയിലയും കൂടി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. രണ്ടാമത്തെ വിഭവമായ കുമ്പിളപ്പം റെഡിയായാൽ നമുക്ക് നോക്കാം. ഇതിന് 20 മിനിറ്റ് കുക്കിംഗ് ടൈം വേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഇലയിൽ നിന്ന് നല്ല വിട്ട് വന്നതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതെടുത്ത് മാറ്റാം. ബാക്കിയുള്ള കുമ്പിളപ്പം കൂടെ ഇതുപോലെ
റെഡിയായോ നോക്കിയിട്ട് നമുക്ക് പാത്രത്തിലെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായ ഇലയപ്പവും കുമ്പിളപ്പവും റെഡി. നിങ്ങൾക്ക് ഞാൻ കാണിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.